മക്കളെ, നമ്മുടെ 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ സ്ക്വയർ ഐഡൻറ്റിറ്റീസിൻ്റെ പാർട്ട് 5 മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലാസ്റ്റ് പാർട്ടാണ്. ഇന്ന് നമ്മൾ എന്താ അവസാനിപ്പിക്കും, ഈ ചാപ്റ്റർ അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ടോപ്പിക്കാണ്. പേജ് നമ്പർ 58, 59, 60 പേജുകളിലെ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐഡൻറ്റിറ്റി. ഈ ചാപ്റ്ററിൽ മക്കൾ പഠിക്കേണ്ട ഏറ്റവും അവസാനത്തെ ഐഡൻറ്റിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പറുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ്, രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് സംഖ്യകളെ തമ്മിൽ കൂട്ടുക, സംഖ്യകളെ തമ്മിൽ കുറയ്ക്കുക, ഇവയുടെ ഗുണനാണ് ഇടാം. അപ്പോൾ സംഖ്യകളുടെ തുകയും വ്യത്യാസത്തെയും ഗുണിച്ചാൽ കിട്ടുന്ന ആളാണ് ഗുണനഫലമാണ്. അപ്പോൾ സമ്മും ഡിഫറൻസിൻ്റെയും മൾട്ടിപ്ലിക്കേഷനാണ് അവിടെ എന്തെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാൻ പറ്റും. എടാ, അയാളെ ഡിറൈവ് ചെയ്യുന്നതും ഒരു വെട്ടിയെടുക്കുന്ന ഫിഗറും കാര്യങ്ങളും എക്സ്പ്ലനേഷനും ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കില്ല. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പേജ് നമ്പർ നമ്മുടെ 58 ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 68 സ്ക്വയർ മൈനസ് 32 സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, ചെയ്ത് നോക്കാം. എടാ, അത് ശരിക്കും നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇയാൾ എക്സ് ആണ്, ഇയാൾ വൈ ആണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവും മക്കളൊന്ന് ആലോചിച്ച് നോക്കിയടാ. എക്സ് പ്ലസ് വൈ 68 പ്ലസ് 32 ഇൻറ്റു എക്സ് മൈനസ് വൈ 68 മൈനസ് 32 എന്നായിരിക്കും എഴുതാണ്ടാവുക. രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്കൊക്കെ 100 കിട്ടുക. ഇൻറ്റു ഒരാളിൽ നിന്ന് അടുത്ത ആളെ മൈനസ് ചെയ്താൽ 68 32 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുക 36. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3600 3600 എന്ന് പറയുന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ, എന്താ അവിടെ എഴുതിയത്? 3 1/2 ഹോൾ സ്ക്വയർ മൈനസ് 2 1/2 ഹോൾ സ്ക്വയർ എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സെയിം സാധനടാ, എക്സ് പ്ലസ് വൈ. ഈ കാണുന്ന ആള് എക്സ് ആണ്, ഈ കാണുന്ന ആൾ വൈ ആണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് തന്നെയാണ് അയാളെ വായിക്കുക. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടാവും മക്കളെ? രണ്ടും കൂടി ഒന്ന് പ്ലസ് ചെയ്യാം. 3 1/2 പ്ലസ് 2 1/2 ഇൻറ്റു 3 1/2 മൈനസ് 2 1/2 എന്നാണ് എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവുക. രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കടാ. 3/2 1/2 ചേർത്താൽ 4 ആണ്. 4ഉം 2ഉം കൂടി ചേർത്ത് കഴിഞ്ഞാൽ മക്കളെ 6 ആണ് വരേണ്ടത്. ഓക്കെ, സിമ്പിൾ. അതുപോലെ തന്നെ 3/2 നിന്ന് 1/2 മാത്രം കുറച്ചാൽ ബാക്കി 3 ഉണ്ടാവുക. ആ 3ൽ നിന്ന് ഈ കാണുന്ന 2 കുറച്ചാലോ ബാക്കി 1 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 6 ഇൻറ്റു 1 ഫൈനൽ റിസൾട്ട് 6 എന്നാണ് മക്കളെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അതിൽ അവസാനത്തെ സബ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് 3.6 അല്ലേ, 3.6 സ്ക്വയർ മൈനസ് 1.4 സ്ക്വയർ. സെയിം അല്ലടാ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. നമുക്ക് എഴുതി വെക്കാം മക്കളെ. എങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക? 3.6 പ്ലസ് 1.4 ഇൻറ്റു 3.6 മൈനസ് 1.4 മൈനസ് ആണ്. ശരി, രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് 5 എന്ന് പറഞ്ഞ റിസൾട്ടാണ് കിട്ടുക. ഓക്കെ, ഇൻറ്റു രണ്ടുകൂടെ മൈനസ് ചെയ്യുന്ന സ്ഥലത്ത് കിട്ടേണ്ട റിസൾട്ട് 2.2 എന്നുള്ളതാണ് കേട്ടോ. അത് ഇൻറ്റു ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? 22 ഇൻറ്റു 5 ചെയ്ത് നോക്കുക മക്കളെ. അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം 110 ആണ്. അത് 22 അല്ല 2.2 ആണെന്ന് ഓർക്കണം. അപ്പോൾ പോയിൻ്റ് റേഷ്യോ ഒരാൾ, അപ്പോൾ 11.0 എന്നായിരിക്കും വരിക. വിച്ച് മീൻസ് നമ്മളെ സംബന്ധിച്ച് 11 എന്ന് പറയുന്നതാണ് അവിടുത്തെ ആരടാ ഫൈനൽ റിസൾട്ട്. ഒന്നാമത്തെ ചോദ്യം നമ്മൾ എന്ത് ചെയ്തു മക്കളെ? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ആസ് യൂഷ്വൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പോലത്തെ പാറ്റേണുകളാണ്. നോട്ട് ദ പാറ്റേൺ ഇൻ ദ കമ്പ്യൂട്ടേഷൻസ് ബിലോ. ഈ കണക്കുകൾ നോക്കുക എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറയുന്നത് റൈറ്റ് ദ നെക്സ്റ്റ് 2 ഇതിൻ്റെ അടുത്ത 2 വരികൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു ടൈപ്പ് കാണിക്കാം. യൂഷ്വലി ഞാൻ ചെയ്യുന്ന സെയിം പാറ്റേൺ തന്നെ. നോക്കടാ, 3ൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ. അപ്പോൾ അടുത്ത വരിയിൽ 6ൻ്റെ സ്ക്വയർ, അതിൻ്റെ അടുത്ത വരിയിൽ 7ൻ്റെ സ്ക്വയർ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഞാനത് ആദ്യമേ കരുതി കൂട്ടി എഴുതുന്നു. 6 സ്ക്വയർ 7 സ്ക്വയർ. ഓക്കേടാ, പിന്നെ എല്ലാത്തിലും മൈനസ് ഉണ്ട്. അപ്പോൾ അടുത്ത 2 വരിയിലും ആരുണ്ടാവും മക്കളെ? മൈനസ് ഉണ്ടാവും. നോക്കിയടാ, 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ ആയിരിക്കും 6 സ്ക്വയർ ആയിരിക്കും എന്ന് മനസ്സിലായി. 5 സ്ക്വയർ 6 സ്ക്വയർ. ഓക്കെ, എല്ലാ കാണുന്നതിലും ഈക്വൽ ടു സൈൻ കാണുന്നുണ്ട്. ഞാനും എല്ലാത്തിലും ഈക്വൽ ടു എഴുതുന്നുണ്ട്. ഓക്കെ, പിന്നെ മക്കളെ നോക്കിയടാ, 5 7 9
എടാ പാറ്റേൺ എങ്ങനെ ഫില്ല് ചെയ്താലും മതി കേട്ടോ. കാരണം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഓൾജിബ്രയിലൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് മതി. 5, 7, 9 പിന്നെ ആരും എഴുതാണ്ടാവുക 11, 13 ആയിരിക്കും എഴുതാണ്ടാവുക. ഞാൻ 11 എഴുതി, അടുത്ത ആൾ 13 എഴുതി അല്ലേ. അത് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈക്വൽ ടു കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈക്വൽ ടു നോക്കിയടാ അടുത്ത വരി 3, 4, 5. അപ്പം നമുക്ക് എഴുതാനുണ്ടാവുക 6ഉം 7ഉം ആയിരിക്കും. വീണ്ടും അത് കഴിഞ്ഞ് എല്ലാ സ്ഥലത്തും പ്ലസ് ഉണ്ട്. ഞാൻ അടുത്ത 2 വരിയിലും പ്ലസ് കൊടുത്തു മക്കളെ. 2, 3, 4, 5, 6. യെസ്, അടുത്ത 2 വരികൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നേ. റൈറ്റ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ദിസ് കേസ് ആസ് എൻ ആൾജിബ്രായിക് ഇക്വേഷൻ. ഇതിലെ പൊതുവെ ബീജഗണിത സമവാക്യമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ ഉഡായ്പ പരിപാടികളൊന്നും നടപടിയാവില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക തന്നെ വേണം. നോക്കാം നമുക്ക് മക്കളെ. ഒരാളുടെ സ്ക്വയറിൽ നിന്ന് അടുത്ത ആളുടെ സ്ക്വയർ മൈനസ് ചെയ്യുന്നത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എല്ലാത്തിലും. അപ്പം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വരിയിലുള്ള മാറ്റം 3നേക്കാൾ 1 കുറവുള്ള 2, 4നേക്കാൾ 1 കുറവുള്ള 3, 5നേക്കാൾ 1 കുറവുള്ള 4 ഒക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ കാണുന്ന ഏറ്റവും ആദ്യത്തെ ടേമിനെ എക്സ് സ്ക്വയർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾ എക്സിനേക്കാൾ 1 കുറഞ്ഞ ആളാവണമെന്ന് അവിടെ നിർബന്ധമുണ്ട്. അപ്പോൾ എനിക്ക് x-1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ മീൻസ് അതാണ് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അല്ലേ, ഈ കാണുന്ന ഭാഗം. അവിടെ ഒരു റിസൾട്ട് കണ്ടുപിടിക്കണം. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല കേട്ടോ, ആദ്യം ഇത്രയും ഭാഗം നോക്കട്ടെ കേട്ടോ. ഞാനിവിടെ അയാളുടെ റിസൾട്ട് ഒന്ന് കണ്ടുവയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഈ കാണുന്ന എക്സ് സ്ക്വയർ അതുപോലെ തന്നെ എഴുതുന്നു മൈനസ്. ഇനി അവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലൊരു ടേം ഉണ്ട്, അയാളെ മൊത്തത്തിൽ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കണം. ഞാനൊരു ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഓക്കെ മക്കളെ, ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കടാ, ഈ കാണുന്ന ആൾ x-1 ഹോൾ സ്ക്വയർ ആണ്. ശരിക്കും പറഞ്ഞാൽ x-y ഹോൾ സ്ക്വയർ ആണ്. നമുക്കറിയാം x² + y² - 2xy എന്നാണ് അയാളുടെ റിസൾട്ട്. ഇവിടെ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, x² + 1² - 2 × x × 1. വൈക്ക് പകരമൊക്കെ 1 ആണ് അവിടെ കയറി വരുന്നത്. x² മൈനസ് ആ ബ്രാക്കറ്റിലെ ടേം x² അങ്ങനെ തന്നെ എഴുതുന്നു മക്കളെ. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. നോക്കടാ, 2 × x × 1 അയാൾ ആരായിട്ട് തന്നെ മാറുന്നു മക്കളെ, -2x എന്ന് തന്നെ ഇരിക്കുന്നു. എടാ ഇനി നമുക്ക് അടുത്തത് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കണേ. x² ഈ കാണുന്ന മൈനസിനെ നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈ മൈനസിനെ മക്കൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഈ പുറമുള്ള മൈനസിനെ ഞാൻ വിളിക്കുന്ന പേര് മൂഡ് ചേഞ്ചർ എന്നാണ് ഞാൻ വിളിക്കുന്ന പേര്, പുറമെ കാണുന്ന മൈനസിനെ. ഓക്കെ, അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒന്ന് നോക്കിയാൽ മക്കളെ, എടാ നമ്മുടെ x² + 1 - 2x ഇതാ മക്കൾ ഇവിടെ കാണുന്നില്ലേ. ഈ കാണുന്ന ആൾ ഒന്ന് ചെറുങ്ങനെ ഞാൻ എഴുതിയ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ദ മൂഡ് ചേഞ്ചർ, ഏത് ഈ കാണുന്ന മൈനസിലിട്ട പേരാണ് ദ മൂഡ് ചേഞ്ചർ. ദ മൈനസ് സൈൻ ഇസ് ലൈക്ക് എ മൂഡ് ചേഞ്ചർ. ഇറ്റ് വാക്സ് ഇൻ ടു ദ ബ്രാക്കറ്റ്. ഈ പറഞ്ഞ ചങ്ങായി നമ്മളെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നടന്നു ചെല്ലും. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ, ഫ്ലിപ്സ് എവ്രി വൺ മൂഡ്സ്. ഹാപ്പി ബിക്കംസ് ആംഗ്രി, ആംഗ്രി ബിക്കംസ് ഹാപ്പി. ദേഷ്യമുള്ളവരെ പോസിറ്റീവ് ആയിട്ടിരിക്കുന്നവരെ നെഗറ്റീവ്. ഈ ചെങ്ങായി അങ്ങനെ ഒരു വൃത്തിയായിട്ടുള്ള മക്കളെ, ഇയാൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട് ദേഷ്യമുള്ള ആൾക്കാർ, വളരെ സന്തോഷത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ സങ്കടത്തിലേക്കാക്കും, സങ്കടത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ ദേഷ്യത്തിലേക്കാക്കും. മീൻസ് പോസിറ്റീവായിട്ട് ആൾക്കാരൊക്കെ നെഗറ്റീവിലേക്ക്, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരൊക്കെ പോസിറ്റീവിലേക്കാക്കും. നോക്കി നോക്കണം, വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ഈ കാണുന്ന എക്സ് എന്തായിട്ട് മാറും മക്കളെ, -x ആയിട്ട് മാറും. ഇയാൾ പോസിറ്റീവായിരുന്നു, അയാൾ -1 ആയിട്ട് മാറും. അതേപോലെ ഈ കാണുന്ന ആൾ നെഗറ്റീവായിരുന്നു, അയാൾ വളരെ ഹാപ്പി ആയിട്ട് അയാൾ പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ പുറത്ത് കാണുന്ന മൈനസിനെ ഞാൻ വിളിക്കുന്ന പേരൊന്ന് ആലോചിച്ച് വെച്ചോളൂ, ദ മൂഡ് ചേഞ്ചർ. ഓക്കെ ശരി, അടുത്തത് അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കി നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുമോ നോക്കി നോക്കാം. എടാ ഈ കാണുന്ന മൈനസ് ഇത് അങ്ങോട്ടേക്ക് പോകുന്നു, അയാളുടെ മൂഡ് മാറുന്നു, -x² എന്നാവുന്നു. ഈ കാണുന്ന ആളെന്ന് അതേപോലെ മക്കൾ ശ്രദ്ധിച്ചു വെച്ചേടാ, ഏതാ ഈ മൈനസ് ഇത് അങ്ങോട്ടേക്ക് കയറി അറ്റാക്ക് ചെയ്യുന്നു, അയാൾ എന്ത് ചെയ്യുന്നുടാ, -1 ആയിട്ട് മാറുന്നു. ഈ കാണുന്ന ആളിത് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുന്നു മക്കളെ, അയാൾ +2x ആയിട്ടും മാറുന്നു. ഓക്കെ, അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി അടുത്തത് x² നിന്ന് x² മൈനസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ അവിടെ ആരും ഉണ്ടാവില്ലല്ലോ, ലെറ്റ്സ് ക്യാൻസൽ ഇറ്റ് ഓഫ്. അയാൾ ഇനി അവിടെ ഇല്ല, അത് 0 ആയിപ്പോയി. ഇനി ബാക്കി അവിടെ ഉള്ള ആൾ എന്ന് പറയുന്നത് ഒരു -1 + 2x അല്ലേ. നമുക്ക് വൃത്തിക്ക് അയാളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 2x + 1 എന്ന് ഞാൻ അയാളൊന്ന്
വൃത്തിക്ക് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനൊരു സാധനം ഇവർക്ക് ഇത് ചെയ്തിട്ട് 5 എന്ന ആൻസർ കിട്ടിയതുപോലെ 4² - 3² ചെയ്തിട്ട് 7 എന്ന ആൻസർ കിട്ടിയതുപോലെ 5² - 4² ചെയ്തിട്ട് 9 എന്ന ആൻസർ കിട്ടിയതുപോലെ നമുക്കിപ്പോൾ x² - x - 1 ഹോൾ സ്ക്വയർ ചെയ്തിട്ട് കിട്ടിയ ആൻസർ 2x + 1 എന്ന് പറയുന്നതാണ്. നമുക്ക് നോക്കി നോക്കടാ, ഈ ഇൻഡിവിജ്വൽ നമ്പർ സെലക്ട് ചെയ്തിട്ടും അതേ ആൻസർ ആണോ കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ശരി, അപ്പോൾ അവിടെ മക്കൾ ശ്രദ്ധിച്ചേ, ഈ കാണുന്ന സൈഡിൽ 3 + 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ 3 എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന നമ്പറും 2 എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്പറും ആണല്ലോ. അപ്പോൾ നമ്മളെ സമയം അത് സ്ക്വയർ ഇല്ലാതെ എടുത്തിരിക്കുന്നത്. കാരണം അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി 3² - 2² എന്ന് എഴുതി തുടങ്ങിയപ്പോൾ നമുക്ക് x²ൻ്റെയും x - 1 ഹോൾ സ്ക്വയറിൻ്റെയും എക്സും x - 1 മാത്രം ജസ്റ്റ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവും മക്കളെ? 3ക്ക് പകരം x എഴുതി, ആ 2ന് പകരം x - 1 എന്നും എഴുതുന്നുണ്ട്. മക്കളും ശ്രദ്ധിച്ചു നോക്കി, എക്സും എക്സും കൂട്ടിക്കഴിഞ്ഞാൽ ആരാടാ? 2x ആണ്. 2x - 1. ആഹാ, പരിപാടി കഴിഞ്ഞു. LHS = RHS. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് = റൈറ്റ് ഹാൻഡ് സൈഡ്. പരിപാടി കഴിഞ്ഞു. 2 സ്ഥലത്ത് നമുക്ക് ഒരേ ആൻസറാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ആ പറഞ്ഞിട്ടുള്ള ആളെ എന്ത് ചെയ്യാണ്? പ്രൂവ് ചെയ്ത് വെക്കുകയാണ്. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദിസ് ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ആൻ ഓർഡിനറി ലാംഗ്വേജ്. ഈ പുതുത്തൊരു നമ്മുടെ ലാംഗ്വേജ് സാധാരണ ഭാഷയിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതുന്നു, ദ ഡിഫറൻസ്. നോക്കിയോ കേട്ടോ, ദ ഡിഫറൻസ് പറഞ്ഞാൽ വ്യത്യാസം. ആരെ നമ്മൾ ചെയ്ത് നോക്കിയേ, നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളെ ചെയ്തിട്ടില്ല. ആരുടെ മക്കളെ? ഒരു നമ്പറിൻ്റെ സ്ക്വയർ. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതും? ഡിഫറൻസ് ഓഫ് സ്ക്വയർ ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ, അതിൽ നിന്നും 1 കുറവുള്ള ആളുടെ സ്ക്വയർ. ആൻഡ് രണ്ടാമത്തെ നമ്പറിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് നമ്പർ ജസ്റ്റ് ബിഫോർ ഇറ്റ്. അതിൻ്റെ തൊട്ട് മുന്നത്തെ നമ്പർ അല്ലടാ, അങ്ങനെ പറഞ്ഞാലും പോലെ 1 കുറവുള്ളതിന് ജസ്റ്റ് ബിഫോർ, അതിൻ്റെ തൊട്ട് മുന്നേ ജസ്റ്റ് ബിഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു. അത് ആർക്ക് തുല്യമാണ് മക്കളെ? അവരെ കൂട്ടി എഴുതിയാൽ മതി. കൂട്ടി എഴുതുക, തുകയ്ക്ക് നമ്മൾ പറയുക ടു ദെയർ സം എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, മലയാളം മീഡിയക്കാരെങ്ങനെ എഴുതുക മക്കളെ? അടുത്തടുത്തുള്ള 2 സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം സമം എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും മക്കളെ? നമുക്ക് എങ്ങനെ അത് ഏറ്റവും സിമ്പിളായിട്ട് എന്താ പറയുക? അവയുടെ തുക എന്ന് വേണമെങ്കിൽ അവയെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. ദാറ്റ്സ് ഓൾ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അയാൾ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ എ കലണ്ടർ ഷീറ്റ്, take a square containing 9 numbers and mark the numbers on the left, right, top and bottom of the middle number. കലണ്ടറിൽ 9 സംഖ്യകളുള്ള ഒരു സമചതുരം എടുത്ത് നടുവിലെ സംഖ്യയുടെ ഇടത്തും വലത്തും മുകളിലും താഴെയുള്ള സംഖ്യകൾ അടയാളപ്പെടുത്തുക. മക്കളെ, ടെക്സ്റ്റിൽ അവരൊരു എക്സാമ്പിൾ തന്നിട്ട് കണ്ടോ, ഇതിൽ മൊത്തം 9 നമ്പറുകളുള്ള ഒരു സമചതുരം അവരെടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുവിലുള്ള നമ്പറിൻ്റെ മുകളിലും താഴത്തും ലെഫ്റ്റിലും റൈറ്റിലും ചെക്കപ്പെട്ട് വരുന്ന 4 നമ്പറുകൾ അവർ സെലക്ട് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, കാൽക്കുലേറ്റ് ദ പ്രോഡക്ട്സ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ്, ടോപ്പ് ആൻഡ് ബോട്ടം നമ്പേഴ്സ് ആൻഡ് ഓൾസോ ദെയർ ഡിഫറൻസ്. ഇടതും വലതും സംഖ്യകളുടെ ഗുണനഫലവും മുകളിലും താഴത്തെ സംഖ്യകളുടെ ഗുണനഫലവും കണക്കാക്കി അവിടെ വ്യത്യാസം കണക്കാക്കുക. 2 × 16 ചെയ്യുക 32. അതേപോലെ 8 × 10 ചെയ്യുക 80. എന്നിട്ട് മക്കളോട് ഈ കിട്ടിയ 80 32 മൈനസ് ചെയ്യുക 48 കിട്ടിയതെന്ന് പറയുന്നുണ്ട്. ഡു ദിസ് ഫോർ അതർ സ്ക്വയർ ഓഫ് 9 നമ്പേഴ്സ്. അത് ആദ്യം നോക്കട്ടെ കേട്ടോ, എന്നിട്ട് ബാക്കി നോക്കട്ടെ. അവിടെ ഒരു ഓൾജിബ്രയൊക്കെ പറയുന്നുണ്ട്, പിന്നെ നോക്കാം. ഡു ദിസ് ഫോർ സ്ക്വയേഴ്സ് ഓഫ് 9 അതർ സ്ക്വയേഴ്സ് ഓഫ് 9 നമ്പേഴ്സ്. ഇതുപോലെ 9 സംഖ്യകൾ മറ്റ് സമചതുരം എടുത്ത് ഈ കണക്കുകളൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഈ കാണുന്ന ആളെടുക്കാൻ വിചാരിച്ചു. ഈ കാണുന്ന ആളെ ഇപ്പം നമ്മൾ 2 ഇങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള ഈ കാണുന്ന സ്ക്വയർ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അയാളൊന്ന് മാറ്റി എഴുതുന്നുണ്ട് കേട്ടോ മക്കളെ. 2 3 4 9 10 11 16 17 18. ഓക്കെ, നമുക്ക് നമ്മുടെ അറ്റത്ത് നമ്മൾ പറഞ്ഞ പോലെയുള്ള ആളുകളെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? മാർക്ക് ചെയ്ത് വയ്ക്കാം. 9 മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, 3 11 17 ഈ പറഞ്ഞിട്ടുള്ള ആളുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ശരി. ഇനി ഇവരെ നമുക്ക് എന്ത് ചെയ്യണം? ഗുണനഫലം കണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. സെയിം പരിപാടി മക്കളെ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുണ്ടാവുക 9 × 11. ആയിക്കോട്ടെ, സൈഡിൽ എഴുതാം. 9 × 11 ചെയ്താൽ 99 കിട്ടണം. അടുത്തത് ചെയ്യാനുണ്ടാവുക 3 × 17 അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക നമുക്ക് കേട്ടോ. നമുക്ക് അയാളും ചെയ്ത് നോക്കാം. 3 × 17 അത് ചെയ്താൽ കിട്ടേണ്ട ഉത്തരം എന്ന് പറയുന്നത് 51. പോരല്ലോ, നമുക്ക് ഡിഫറൻസും കാൽക്കുലേറ്റ് ചെയ്യേണ്ട വ്യത്യാസം. അപ്പോൾ ഞാനത് എഴുതി വയ്ക്കുന്ന ഡിഫറൻസ് വ്യത്യാസം സമം ആരിൽ നിന്ന് ആരെ കുറയ്ക്കാണ്ടാവും മക്കളെ? നമുക്ക് 99 നിന്ന് 51 കുറയ്ക്കണം. അത് കുറച്ച് വയ്ക്കാലും മക്കൾക്ക് 48 എന്ന് പറയുന്ന ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുന്നത്.
ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒരു പാർട്ട് കൂടി ചെയ്യാൻ ബാക്കിയുണ്ടടാ. നോക്കി, അത് ഇതാണ്. എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര വൈ ദ ഡിഫറൻസസ് 48 ഇൻ ഓൾ കേസസ്. ഇതെവിടെ? അതാ, എല്ലാ സമുദ്രത്തിലും വ്യത്യാസം 48 കിട്ടുന്നതിൻ്റെ കാരണം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. അവിടെ ഒരു ഹിൻഡ് തന്നിട്ട് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു ടേക്ക് ദ മിഡിൽ നമ്പർ ആസ് എക്സ്. നടുവിലെ സംഖ്യേനെ എക്സ് എന്ന് എടുത്തിട്ട് ചെയ്താൽ മതി എന്ന് അവർ പറഞ്ഞു. ആയിക്കോട്ടെ, നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള ആളെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാൻ 10 നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കും. 10നേക്കാൾ 1 കൂടുതലുള്ള ആളാണ്, 1 കുറവുള്ള ആളാണ്. 10നേക്കാൾ ഇയാൾ 1 കൂടുതലുള്ളതാണ്, ഇയാൾ 1 കുറവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇയാൾ എക്സ് നിർത്താൽ ഇത് x+1 ആണ്. ഇയാൾ ആരാ മക്കളെ? x-1 ആണ്, 1 കുറവുള്ള ആളാണ്. നമുക്കൊന്നും അങ്ങനെ ഫില്ല് ചെയ്ത് പോയി നോക്കാം. അപ്പോൾ ഞാൻ ഈ കാണുന്ന നടുവിലുണ്ടായിരുന്ന നമ്പറിനെ എക്സ് എന്ന് വിളിച്ചു. ഈ കാണുന്ന നമ്പർ x+1 ആണ്. ഈ കാണുന്ന ആൾ x-1 ആണ്. എടാ, അതുപോലെ നമുക്ക് ഈ 10ൻ്റെ മുകളിലേക്കൊന്ന് താഴേക്ക് നോക്കിയ മക്കൾ, എക്സിനോട് 7 കൂടുതലുള്ള ആളാണ്, ഇത് 7 കുറവുള്ള ആളാണ്. അങ്ങനെയല്ലേ 17 3 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ താഴത്ത് എഴുതുന്നു x+7 എന്ന് എഴുതുന്നു, മുകളിൽ എഴുതുന്ന ആൾ x-7. അയാളെ വെച്ചിട്ട് തന്നെ കമ്പയർ ചെയ്യണമെന്ന് നിർബന്ധം കേട്ടോ മക്കളെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എഴുതി, ഇങ്ങോട്ട് എഴുതി, ഇങ്ങോട്ട് എഴുതി, ഇങ്ങോട്ട് എഴുതി. ഇനി നമുക്ക് ഒന്ന് ഇങ്ങോട്ടേക്ക് എഴുതിക്കാം. എക്സ് 10നേക്കാൾ 8 കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ കാണുന്ന ആളെ x+8 എന്നാണ് എഴുതുന്നത് കേട്ടോ. x+8 എന്നാണ് അയാൾ എഴുതുന്നത്. നോക്കിയാൽ മക്കൾ, അതേപോലെ 10ഉം 16ഉം തമ്മിലുള്ള ബന്ധം, അയാൾ 6 കൂടുതലുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ അവിടെ x+6 എന്നാണ് എഴുതുന്നത് കേട്ടോ. അടുത്ത ആളെ നോക്കിയ മക്കൾ എഴുതുന്നത് 10നോട് 6 കുറവുള്ള ആളാണ് 4. അപ്പോൾ ഞാൻ അവിടെ എഴുതുന്ന നോക്കി x-6 എന്നാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഒരു ഒറ്റ ആളെയും കൂടെ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട്. 10നേക്കാൾ 8 കുറവുള്ള ആളാണ് 2. അപ്പോൾ നമുക്ക് അവിടെ എഴുതാനുണ്ടാവുക എക്സിൽ നിന്നും 8 കുറഞ്ഞ ആൾ എന്നാണ്. പോരാ, നമ്മുടെ പണി പൂർത്തിയായിട്ടില്ല. നമുക്കിതിലൊക്കെ നമ്പറുകൾ എന്ത് ചെയ്യാനുണ്ട് മക്കളെ? സെലക്ട് ചെയ്യാനുണ്ട്. നമുക്ക് അല്ലേ സെലക്ട് ചെയ്യേണ്ട ആളുകൾ ഒന്ന് എടാ കറക്റ്റ് ഇതേപോലെ. പിന്നെ x-7 നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആളാണ്, x+1 നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആളാണ്, അതുപോലെയാണ് x+7. ആദ്യം ഇൻറ്റു ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണല്ലോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് ഏറ്റവും ആദ്യം ആരെ ചെയ്യാമെന്നറിയോ? ഈ കാണുന്ന ആളെ ചെയ്തു. ഓക്കെ, x-1 ഇൻറ്റു, ആയിക്കോട്ടെ, ഫസ്റ്റ് പെയറാണ് ചെയ്യുന്നത്. x-1 ഇൻറ്റു x+1, x-1 ഇൻറ്റു x+1. മക്കളെ, ഇത് എവിടെയും കണ്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കിയേ. പിന്നെ നമ്മൾ x-y ഇൻറ്റു x+y അല്ലെങ്കിൽ x+y ഇൻറ്റു x-y നമ്മൾ പഠിച്ചതല്ലേ. ഇത് എക്സിന് പകരം എക്സ് ആണ്, 1ന് പകരം ആരാടാ? വൈക്ക് പകരം 1 വന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് x+y ഇൻറ്റു x-y ഇസ് ഈക്വൽ ടു x² മൈനസ് y² എന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആളുടെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ ആളുടെ സ്ക്വയർ. ഇവിടെ ആദ്യത്തെ ആളുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ x² കൊടുത്തു, രണ്ടാമത്തെ ആളുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1² കൊടുത്തു. അപ്പോൾ അയാൾ എനിക്ക് ഒറ്റയടിക്ക് x² മൈനസ് 1² എന്ന് ആൻസർ കിട്ടി. എക്സിൻ്റെ സ്ക്വയർ അത് തന്നെയാണ്, പക്ഷേ 1ൻ്റെ സ്ക്വയർ ഞാൻ 1 എന്ന് എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തു. ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ള ഇയാളെയാണ്. അവിടെ ആരാളുള്ളത് മക്കളെ? രണ്ടാമത്തെ ടീം x+7 ഇൻറ്റു x-7. എടാ സെയിം സാധനം കേട്ടോ, x+y ഇൻറ്റു x-y, x² മൈനസ് y²ന് പകരം 7² കൊടുക്കുന്നു, x² മൈനസ് 49. എടാ 49 വന്നത് വേറെ എവിടുന്നും അല്ല മക്കളെ, 7ൻ്റെ സ്ക്വയർ ആണ്. ഇത് ചെയ്താൽ മതിയോ? പോരാ, നമുക്ക് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഫറൻസ് ഇസ് ഈക്വൽ ടു വലുതിൽ നിന്ന് ഞാൻ ചെറുത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും മക്കളെ ഉണ്ടാവുക? x² മൈനസ് 49 മൈനസ് x² മൈനസ് 1. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മക്കളെ ഉണ്ടാവുക? സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. x² നിന്ന് x² പോകുന്നു, അയാൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു. 49 നിന്ന് 1 പോകുന്നു, അവിടെ ഇനി ആരാ മക്കളെ ബാലൻസ് ഉണ്ടാവുക? 48 ആണ് അവിടെ ആരുണ്ടാവുക മക്കളെ? ബാലൻസ് ആയിട്ടുണ്ടാവും. നമ്മുടെ പ്രൂഫ് എന്ത് ചെയ്തിട്ടുണ്ട്? അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആട്ടോ, കലണ്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. ആസ് ഇൻ ദ പ്രീവിയസ് പ്രോബ്ലം, മുകളിലെ കണക്ക് പോലെ മാർക്ക് എ സ്ക്വയർ ഓഫ് 9 നമ്പേഴ്സ് ഇൻ എ കലണ്ടർ. കലണ്ടറിൽ 9 സംഖ്യകളുടെ സമചതുരം അത് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാർക്ക് 4 നമ്പേഴ്സ് അറ്റ് ദ കോർണേഴ്സ്. ഇപ്രാവശ്യം ഇവർ സെലക്ട് ചെയ്ത നമ്പർ നോക്കിയ മക്കൾ, ഇതാ ഇങ്ങനെ സെലക്ട് ചെയ്തതിൻ്റെ നമ്മൾ നേരത്തെ ഇങ്ങനെയല്ലേ സെലക്ട് ചെയ്ത്, അത് വിട്ടിട്ട് ഇപ്രാവശ്യം കോർണറിലുള്ള നമ്പറുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സെലക്ട് ചെയ്തിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദ പ്രൊഡക്ട്സ് ഓഫ് ഡയഗണൽ പെയർസ്. അവിടെ സെയിം പരിപാടി. നേരത്തെ നമ്മൾ ഇങ്ങനെ ചെയ്തതിന് പകരം ഡയഗണലി ഇപ്രാവശ്യം ചെയ്യേണ്ടത് ഇതാ ഇങ്ങനെ ഗുണിച്ചിട്ട് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സെയിം പ്രോസസ്സാണ്. അവരെന്ത് പറയുന്നു?
നമ്മളുടെ അടുത്ത് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഡിഫറൻസ് 28 എല്ലാ തവണയും കിട്ടുന്നത് എന്നൊക്കെയാണ് അവരുടെ ചോദ്യം. ആയിക്കോട്ടെ, നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇയാളെയും ഗുണിക്കുന്നു. നോക്കി നോക്കടാ, 1 × 17 17, പിന്നെ 3 × 15 45. ഈ 45ഉം 17ഉം കുറച്ചിട്ട് അവർക്ക് 28 കിട്ടിയത്. എല്ലാ സ്ഥലങ്ങളിലും 28. അപ്പോൾ നമുക്ക് അതിന് തൽക്കാലത്തേക്ക് വേറൊരു സ്ക്വയർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ച ആളെ മക്കൾ നോക്കി നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ആൾ ഇതാ ഇവിടെ നിന്നിട്ടുള്ള ഒരാളാട്ടോ. ഈ കാണുന്ന ആളെയാണ് 9 ആൾക്കാർ. ഞാൻ ഇയാളെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ശരി, അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം നമുക്ക് വരുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അറ്റത്തുള്ള ആളുകളെയാണ് 4 കോർണർ. അപ്പോൾ 5, 7, 21, 19 ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മക്കളെ 5 × 21 അവിടുത്തെ ഫസ്റ്റ് ഗ്രൂപ്പ്. 5 × 21 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 105. രണ്ടാമത്തെ ഗ്രൂപ്പ് 7 × 19 7 × 19 ചെയ്താൽ കിട്ടേണ്ട ഉത്തരം എന്ന് പറയുന്നത് 133. അവിടെയും ഡിഫറൻസ് നമുക്ക് മക്കളെ മലയാളം മീഡിയക്കാർ ശ്രദ്ധിക്കണം. ഡിഫറൻസ് വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും. 133 നിന്ന് 105 കുറച്ച് കളയണം. അത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം തീർച്ചയായിട്ടും ആരായിരിക്കും? 28 എന്ന് പറയുന്ന ഉത്തരമാണ് അവിടെ മക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ കിട്ടുന്നുണ്ടാവും. ജസ്റ്റ് നോക്കി നോക്കിയാടാ, ഈ കാണുന്ന 28 തന്നെയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെയും കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് മക്കളെ നമുക്ക് എന്ത് ചെയ്യണം, ഇയാളുടെ ഓൾജിബ്ര നമുക്ക് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ആയിക്കോട്ടെ, എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ആളുടെ ഓൾജിബ്ര എഴുതുക എന്ന് നോക്കാം. ഞാൻ ടേബിൾ വരയ്ക്കുന്നില്ല. ആക്ച്വലി ഈ പറഞ്ഞിട്ടുള്ള ആളെ ടേബിൾ വരച്ചിട്ട് വേണം മക്കൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ നടുവിലെ ആളെ എക്സ് എന്ന് എടുക്കുക എന്നൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ട്, പക്ഷേ ഞാൻ അതാണ് ഇപ്പോൾ കംഫർട്ടബിൾ ആക്കി എടുക്കുന്നത്. ഞാൻ ആ നടുവിലുള്ള ആളെ എക്സ് എന്ന് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എക്സ് ഉണ്ട്, എക്സിന് ശേഷമുള്ള ആൾ x+1 അതിൻ്റെ മുന്നുള്ള ആൾ x-1 നമ്മൾ പഠിച്ചു. എക്സിൻ്റെ തൊട്ട് മുകളിലുള്ള ആൾ x-7 ആയിരിക്കുമെന്നും അതിൻ്റെ താഴത്തുള്ള ആൾ x+7 ആയിരിക്കും നമ്മൾ പഠിച്ചു. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് x+8 ആയിരിക്കുമെന്നും ഈ കാണുന്ന സ്ഥലത്ത് x-8 ആയിരിക്കുമെന്നും ഇവിടെ x-6 ആയിരിക്കുമെന്നും ഇവിടെ x+6 ആയിരിക്കും എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തൊട്ട് മുന്നത്തെ ഫിഗർ നമ്മൾ ഫിൽ ചെയ്ത സമയത്ത് പറഞ്ഞതാണ്. ഞാൻ ഇനി എന്ത് ചെയ്യുന്നില്ല മക്കളെ, റിപ്പീറ്റ് പറയുന്നില്ല. നേരത്തെ സെലക്ട് ചെയ്ത ആളുകളാവട്ടെ ഈ കാണുന്ന ബാച്ച് ഓഫ് ടീം ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അവരെ അല്ല നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഇപ്രാവശ്യം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ആളുകൾ 4 കോർണറുകളിൽ കാണുന്ന ആളുകളെയാണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുക, സെലക്ട് ചെയ്യാനുണ്ടാവുക. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ആള് എന്ന് പറയുന്നത് നോക്കടാ, ഈ കാണുന്ന ഗ്രൂപ്പ് നമുക്കൊന്ന് ചെയ്തു വയ്ക്കാം. ഓക്കെ, അവിടെ ആരൊക്കെയുള്ള മക്കളെ, x+8 × x-8 ആണ് അവിടെ ചെയ്യാനുള്ളത്. എടാ നേരത്തെ അതേ സാധനം x² - y². ആദ്യത്തെ ആളുടെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ ആളുടെ സ്ക്വയർ. എക്സിൻ്റെ സ്ക്വയർ അങ്ങനെയാണ്, x² തന്നെയാണ്. 8ൻ്റെ സ്ക്വയർ 64 ആണ്. അപ്പോൾ അയാൾ എനിക്ക് x² - 64 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി. അടുത്ത ബാച്ചിലുള്ള നമ്മൾ ചെയ്ത് നോക്കേണ്ട ആൾ എന്ന് പറയുന്നത് x+6 × x-6 ആണ്. x+6 × x-6 മക്കളെ സെയിം സാധനം x² - 6². അപ്പോൾ x² - 36 എന്ന് പറയുന്നത് അവിടുത്തെ ആരായിട്ട് വരാനുണ്ടാവുക, റിസൾട്ടായിട്ട് വരാനുണ്ടാവുക. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ. ഡിഫറൻസ് = x² - 64 - x² - 36. എടാ x² ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഏറ്റവും അവസാനം 64 നിന്ന് 36 കുറയ്ക്കാനുണ്ടാവുക. അതിൻ്റെ ഫൈനൽ റിസൾട്ട് മക്കളെ ഉറപ്പിച്ചോളൂ, 28 അത് അയാൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പോയി നിൽക്കുകയുണ്ടാവുക. അപ്പോൾ ആ പരിപാടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾജിബ്രിക്കലി സോൾവ് ചെയ്തിട്ടുണ്ട്. ശരി, മൂവിങ് ഓൺ ടു ദ 5th ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ശ്രദ്ധിച്ചോളൂ, ഇവിടെ കലണ്ടർ പരിപാടിയൊക്കെ അവസാനിച്ചു കേട്ടോ. എ സ്ക്വയർ ഹാസ് എ പെരിമീറ്റർ ഓഫ് 20 സെൻറ്റിമീറ്റർ. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 20 സെൻറ്റിമീറ്റർ. നമുക്ക് കിട്ടുന്ന പോയിൻ്റൊക്കെ എഴുതി പോരാ മക്കളെ. പെരിമീറ്റർ ഓഫ് സ്ക്വയർ is equal to 20 സെൻറ്റിമീറ്റർ. സമചതുരത്തിൻ്റെ ചുറ്റളവ് സമം 20 സെൻറ്റിമീറ്റർ. അങ്ങനെ എഴുതിക്കോ കേട്ടോ. A rectangle has one side 2 centimeter longer and one side 2 centimeter shorter than the side of the square. ഒരു ചതുരത്തിൻ്റെ ഒരു വശത്തിന് ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തേക്കാൾ 2 സെൻറ്റിമീറ്റർ നീളം കൂടുതലും മറ്റൊരു വശത്തിന് സമചതുരത്തിൻ്റെ ഒരു വശത്തേക്കാൾ 2 സെൻറ്റിമീറ്റർ കുറവ്. അപ്പോൾ ഇയാളുടെ സൈഡ്, ഇപ്പോൾ ഇത് ഓൾറെഡി ഒരു സമചതുരം ഉണ്ടല്ലോ, ഇയാളുടെ 2 കൂടുതൽ 2 കുറവ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വാട്ടവർ നമുക്കിതിൻ്റെ ഒരു സൈഡിൻ്റെ നീളം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 1 side is equal to, നോക്കി വയ്ക്കണടാ,
ഈ കാണുന്ന സമചതുരം അഥവാ സ്ക്വയർ എന്ന് പറയുന്ന ആളിലേക്ക് വരുമ്പോൾ ഈ നീളവും ഈ നീളവും ഈ നീളവും ഈ നീളവും സെയിം ആണ്. അപ്പോൾ ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ആളും ഈ കാണുന്ന ആളും ഈ കാണുന്ന ആളും ഈ കാണുന്ന ആളും കൂടി കൂട്ടിയിട്ടാണ് അവർക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവുക? 20 കിട്ടി. അപ്പോൾ 4 സൈഡും അവിടെ തുല്യമാണ്. അപ്പോൾ ഓരോ ആളുകളെ കണ്ടുപിടിക്കാൻ ഒരു വശത്തിൻ്റെ നീളം സമം 20/4 എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് മക്കളെ. അയാളുടെ ആൻസർ നമുക്ക് ഉണ്ടാവുക 5 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുക. 5 സെൻറ്റിമീറ്റർ നീളം എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക? അവിടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് റെക്റ്റാങ്കിളിലേക്ക് വരാം. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു, അയാളെ കണ്ടുപിടിക്കാനാണല്ലോ നമ്മൾ മെനക്കെട്ട്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ, ചതുരത്തിൻ്റെ നീളവും വീതിയും. എടാ അതെങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ചതുരത്തിൻ്റെ ഒരു വശത്തിന് ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തേക്കാൾ 2 സെൻറ്റിമീറ്റർ നീളം കൂടുതൽ, മറ്റൊന്നിന് 2 സെൻറ്റിമീറ്റർ കുറവ്. നോക്കിയേ, 1 സൈഡ് 2 സെൻറ്റിമീറ്റർ ലോങ്ങർ ആൻഡ് 2 സെൻറ്റിമീറ്റർ ഷോർട്ടർ. എടാ 5-നേക്കാൾ 2 കൂടുക പറയുമ്പോൾ ആരായിരിക്കും ഉണ്ടാവും മക്കളെ? 7 സെൻറ്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. 5-നേക്കാൾ 2 കുറയുക എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഉണ്ടാവും മക്കളെ? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ അതൊന്നും വെറുതെ കോംപ്ലിക്കേഷൻ ആക്കിയിട്ട് അവിടെ എക്സും വൈയൊന്നും കൊണ്ടുകൊണ്ട മക്കൾ തൽക്കാലം ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ചോദ്യത്തിൻ്റെ ഓപ്പണിംഗ് സെറ്റപ്പിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ? ചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? നമുക്ക് നോക്കി നോക്കാം. പെരിമീറ്റർ ഓഫ്, എളുപ്പമാണല്ലോ, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു, അതിനൊരു ഇക്വേഷൻ ഉണ്ട് മക്കളെ അല്ലേ? ചതുരത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കാനുള്ള ഇക്വേഷനാണ് 2 × L + B, അഥവാ 2 ഗുണിക്കണം നീളം പ്ലസ് വീതി. ഇവിടെ 2 ഗുണിക്കണം 7 + 3 എന്നാണ് ഉണ്ടാവുക, വിച്ച് ഇസ് ഈക്വൽ ടു 2 × 10 20 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് അയാളുടെ ഉത്തരം എഴുതി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൂടാ? ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു. വാട്ട് ഇസ് ദ ഏരിയാസ് ഓഫ് സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ? അതാണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ കേട്ടോ. സമചതുരത്തിൻ്റെയും അതേപോലെ തന്നെ ചതുരത്തിൻ്റെയും പരപ്പളവുകൾ കണക്കാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ മക്കളെ, ആദ്യം നമുക്ക് ഏരിയ ഓഫ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. സമചതുരത്തിൻ്റെ പരപ്പളവ് സമം A സ്ക്വയർ. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശത്തിൻ്റെ നീളം കേട്ടോ, വിച്ച് ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ സ്ക്വയർ, അഥവാ 25 ചതുരശ്ര സെൻറ്റിമീറ്റർ. അതുപോലെ മക്കളെ രണ്ടാമതൊരാളെ ചോദിച്ചിട്ടുണ്ട്, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള അടുത്ത ചോദ്യം. ചതുരത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാനുള്ള ഇക്വേഷൻ L × B, അഥവാ നീളം ഗുണിക്കണം വീതി. ഇവിടെ ഉള്ളത് 7 × 3 ചെയ്യേണ്ടത്. അങ്ങനെ 21 സെൻറ്റിമീറ്റർ സ്ക്വയർ, അഥവാ 21 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ആ ചാപ്റ്ററിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നോക്കി നോക്കാം കേട്ടോ. 1 സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് ലോങ്ങർ ദാൻ ദ സൈഡ് ഓഫ് എ സ്ക്വയർ ആൻഡ് ദ അതർ സൈഡ് ഇസ് ഈക്വലി ഷോർട്ടർ ദാൻ ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. എടാ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ്. ഒരു സമചതുരത്തിൽ ഒരു സ്ക്വയറിൻ്റെ സൈഡ് ഉണ്ടല്ലോ, 2 കൂടുതൽ 2 കുറവ് എന്ന് പറഞ്ഞില്ലേ മക്കളെ? അവിടെ കൃത്യമായിട്ട് എത്ര കൂടുതലാണ് എത്ര കുറവാണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ എത്ര കൂടുതലാണ് എത്ര കുറവാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരേപോലെയാണ് കൂടിയിട്ടുള്ളത്, ഒരേപോലെയാണ് കുറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ചോദിക്കുകയാണ്, വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദ പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ? സമചതുരത്തിൻ്റെയും ചതുരത്തിൻ്റെയും ചുറ്റുവളവുകളെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ചോദിച്ചു. നമുക്ക് നോക്കി നോക്കാം, നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം തുടങ്ങുന്നത് ഒരു സ്ക്വയർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ ഇയാളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞൂടാ മക്കളെ. ഇയാളുടെ നീളം എന്താണെന്നോ, ഇയാളുടെ പെരിമീറ്റർ എന്താണെന്നോ, ഇയാളുടെ ചുറ്റളവ് എന്താണെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. തൽക്കാലത്തേക്ക് ഈ കാണുന്ന ആളുടെ സൈഡിനെയൊക്കെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഒന്ന് എക്സ് എടുത്താൽ ബാക്കിയൊക്കെ എക്സ് ആയിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം സ്ക്വയറിൻ്റെ എല്ലാ സൈഡും സമചതുരത്തിൻ്റെ എല്ലാ വശവും തുല്യമാണ്. അപ്പോൾ ഞാൻ എഴുതി നോക്കിയേ, സൈഡ് ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്. സമചതുരത്തിൻ്റെ സമം വശത്തിൻ്റെ നീളം സമം എക്സ്. ഇടത്തിൽ വശത്തിലൊരു മാറ്റം വരുത്തി എന്ന് പറയുന്നില്ലേ മക്കളെ? അയാളെ ഞാൻ തൽക്കാലത്തേക്ക് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് വിളിക്കാം കേട്ടോ. ചേഞ്ച് ഇൻ ലെങ്ത് ഇസ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ഇയാൾക്കൊരു മാറ്റം വരുത്തിയിട്ടാണ് ആരെ നിർമ്മിച്ചത് എന്ന് പറയുന്നുണ്ടടാ. ചതുരം നിർമ്മിച്ചത് എന്ന് അവർ പറയുന്നുണ്ട്, വിച്ച് മീൻസ് റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മക്കളെ. ആദ്യം ഉണ്ടായിരുന്ന സ്ക്വയറിൽ ഇവിടെ എക്സ് കുറച്ച് ഇപ്പുറത്തേക്ക് എഴുതുന്നുണ്ട്. എക്സ്, ഇവിടെ ഒരു എക്സ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു എക്സ് ഉണ്ടായിരുന്നു. നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് ഈ നീളമല്ല ഇവിടെ, അത് കൂടിയിട്ടുണ്ട്. അത് എത്ര കൂടിയിട്ടുണ്ട്? വൈ കൂടിയിട്ടുണ്ട്. അപ്പോൾ അയാൾ എക്സിൻ്റെ കൂടെ വൈ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ X + Y ആയി എന്നാണ് അർത്ഥം.
ആണല്ലോ. അയാൾ x+y ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഭാഗം എന്തായിരിക്കും ഇവിടെ x+y ആയിരിക്കും. ഈ നീളം ഇവിടെ കുറഞ്ഞിട്ടുണ്ട്, കൂട്ടിയത് തന്നെയാണ് കുറച്ചതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളെ x-y എന്നും എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക്കലി നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള കിട്ടിയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്ന സാധനം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെരിമീറ്ററുകളെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? ആ ചുറ്റളവുകളെ കുറിച്ചാണ്. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. പെരിമീറ്റർ ഓഫ് സ്ക്വയർ, സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂട്ടാനുണ്ടാവുക എക്സും ആണ്. x+x+x+x. എത്ര എക്സുകളുണ്ട് മക്കളെ? 4 എക്സുകളുണ്ടെന്ന് ചോദിച്ചു. ഇനി അതുപോലെ നമുക്ക് എഴുതാനുള്ള അടുത്ത ആളെന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ആണ്. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ, ചതുരത്തിൻ്റെ ചുറ്റളവ് ആണ് അടുത്തത് എഴുതാനുള്ളത്. അതിന് ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചോദ്യത്തിൽ. 2 × l+b അഥവാ 2 ഗുണിക്കണം നീളം പ്ലസ് വീതി. നോക്കാം, 2 × l, നീളം എന്ന് പറയുന്ന ആൾ x+y ആണ്, x+y പ്ലസ് വീതി എന്ന് പറയുന്ന ആൾ x-y ആണ്, x-y എന്നും എഴുതുന്നുണ്ട്. ശ്രദ്ധിക്കണേ, അടുത്ത സ്റ്റെപ്പിലാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. 2 മക്കളെ ശ്രദ്ധിക്കടാ, ഈ കാണുന്ന എക്സും ഈ കാണുന്ന എക്സും x+x, അയാൾ എത്ര എക്സുകളാണ് ഉണ്ടാവുക? 2 എക്സുകളാണ് അവിടെ ഉണ്ടാവുക. നോക്കിയേ മക്കളെ, അതുപോലെ തന്നെ അടുത്ത ആളെ പറയാനുള്ളത് ഈ കാണുന്ന വൈയും ഈ കാണുന്ന വൈ മൈനസ് ചെയ്യാനും പറയണം. അപ്പോൾ അവരിനി അവിടെ വേണ്ട, വൈയിൽ നിന്ന് വൈ പോയി, അയാൾ ഇനി ഇല്ല. 2 × 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് 4 ആണ്. അങ്ങനെ അവിടെ വരേണ്ട ഉത്തരവും 4x ആണ്. നമ്മളോട് ചോദിച്ചാൽ വാട്ട് ക്യാൻ ബി സേ അബൌട്ട് പെരിമീറ്റർ, നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റുന്നില്ല ചോദിച്ചാൽ മക്കളെ, കൂടുതലൊന്നും പറയാനില്ല. ബോത്ത് ആർ സെയിം, രണ്ടും തുല്യമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിയ മക്കള്, വിച്ച് ഹാസ് ദ ലാർജർ ഏരിയ, സമചതുരത്തിനാണോ ചതുരത്തിനാണോ പരപ്പളവ് കൂടുതൽ? രണ്ടാമത്തെ ചോദ്യം ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആയിക്കോട്ടെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ ആദ്യം ഞാൻ ഏരിയ ഓഫ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ് a². സൈഡ് a ആണെങ്കിൽ a², ഇവിടെ സൈഡ് x ആണ്, അതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കുന്നു മക്കളെ? x² എന്ന് കൊടുക്കുന്നു. ഇനി അടുത്ത നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ചതുരത്തിൻ്റെ പരപ്പളവാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അവിടെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, l × b, നീളം ഗുണിക്കണം വീതി. നീളവും വീതിയും ഒരാൾ x+y ആണ്, വേറൊരാൾ x-y ആണ്. x+y × x-y, ഇയാളെ ഷോർട്ടൺ ആക്കാൻ നമ്മൾ പഠിച്ചതാണ്. ഈ ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചതാണ്, x² - y². ഇതിൽ ആർക്കാണ് കൂടുതൽ? നോക്കുക മക്കളെ, അത് ആർക്കാ, ഇപ്പോൾ ഈ എക്സും വൈ ഒന്നും കണ്ടിട്ട് ആർക്കാ കൂടുതൽ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ സിമ്പിളായിട്ട്, എടാ ഇയാൾ x² ആണ്, ഇവിടെ x² ഉണ്ട്, ഇവിടുന്ന് ആരെങ്കിലും കുറയ്ക്കുന്നുണ്ടോ? ആരെയും കുറയ്ക്കുന്നില്ല. പക്ഷേ ഇവിടുന്ന് ഒരു y² കുറച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഊഹിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ ഇയാളാണ് വലുത്. കാരണം ഇത് x² നിന്ന് y² കുറവുള്ള ആളാണ്, ഇയാൾ വെറും x² ആണ്. അപ്പോൾ കൂടുതൽ ഏരിയ ഉണ്ടാവുക എന്ന് പറയുന്നത് തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസാണ്. ഇവിടെയും സംഭവിച്ചത് അതേ കാര്യം തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് സ്ക്വയറിനാണ് ഏരിയ കൂടുതൽ. അപ്പോൾ നമുക്ക് എന്ത് എഴുതി വയ്ക്കാം മക്കളെ? സ്ക്വയർ ഹാസ് ലാർജർ ഏരിയ, അല്ലെങ്കിൽ സ്ക്വയർ ഹാസ് ലാർജ് ഏരിയ, സമചതുരത്തിനാണ് കൂടുതൽ പരപ്പളവ് എന്ന് എഴുതി വെച്ച് നമുക്ക് ഈ കാണുന്ന പാഠഭാഗം അവസാനിപ്പിക്കാം. താങ്ക്